ഹലോ ഗായ്സ്, തൊപ്പി ഡൂട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചെറിയ ഈവനിങ് റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഓഫീസിൽ പോയിട്ട് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ അമലും എല്ലാം വന്നിട്ടുണ്ട്, അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ വരുന്ന ടൈമിലൊക്കെ ഞങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ കാണും വൈകുന്നേരമൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നും അതുപോലെ കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തേ. ചോറ് എല്ലാ ദിവസവും ഉള്ളതാ. പിന്നെ മീൻ ഫ്രൈ ഉണ്ട് സ്പെഷ്യലായിട്ട്. എന്ത് മീൻ? കൊഴുവ ഫ്രൈ ഉണ്ട് ഗൈസ്. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് പായസം വെക്കുന്നുണ്ട്. അത് സർപ്രൈസ് ആയിരുന്നു, നശിപ്പിച്ച്. അത് ഞാൻ ലാസ്റ്റ് പറയാനിരിക്കുമായിരുന്നു, നമ്മൾ നശിപ്പിച്ച്. അത് നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, എന്നാലും എല്ലാവരും വന്ന സ്ഥിതിക്ക് ആ പായസക്കൂട്ടെടുത്ത് പായസം വെക്കാതെങ്കിൽ വിചാരിച്ചു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ മീൻ കറി ഉണ്ട്, പിന്നെ ഇത്തിരി മെഴുക്കുരട്ടി, അച്ചാർ, രസം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫുഡ് കഴിക്കാം. മീൻ തോണ്ടിയെടുക്കാൻ പാത്രം എടുക്കാം കേട്ടോ. ചാളക്കറിയാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. ഇച്ചിരിയും കൂടി ചാറ് ഇങ്ങനെ പരത്തി വെച്ചേക്കാം. ഇനി പാത്രത്തിൽ തന്നെ കാണിച്ചത്. ഇത് ഒരു മെഴുക്കുരട്ടിയാണ്. ഇത് എന്ത് മെഴുക്കുരട്ടിയായിരുന്നു ചോദിച്ചാൽ മിക്സഡ് മെഴുക്കുരട്ടിയാണ്. മുളക്, ബീട്രൂട്ട്, ക്യാരറ്റ്, കപ്പളങ്ങ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്കുരട്ടിയാണ്. അമ്മ സ്പെഷ്യലാണ്. മൊരിഞ്ഞ നല്ല അടിപൊളി കൊഴുവ ഫ്രൈ ആണിത്. നല്ല കുഞ്ഞ് കൊഴുവ ആയതാണ്. ഇതിൻ്റെ തലയൊന്നും കളയേണ്ട ആവശ്യമേ വന്നില്ല. തല കളയണമെന്ന് വിചാരിച്ച് അമ്മ ആണെങ്കിൽ കുറച്ചേ വാങ്ങിച്ചുള്ളൂ. പക്ഷേ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാനും കണ്ടത് ശരിക്കും തല കളയേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മുടെ ഉണങ്ങുന്ന കൊഴുവയില്ലേ, അതുപോലത്തെ കൊഴുവ. ഇത് നല്ല മഞ്ഞ കറിനാരങ്ങ അച്ചാറാണ്. ഇത് നാട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ. അമ്മ എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതുപോലെ അച്ചാറൊക്കെ ഇട്ടിട്ട് വരും. ഇത്തവണയും കൊണ്ടുവന്നു നാരങ്ങാച്ചാറ്, മുളകച്ചാറ്, മാങ്ങച്ചാറ്, മീനച്ചാറ്, മീൻ ഫ്രൈ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഗൈസ്, മാമി പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നു. നമുക്ക് ചോദിച്ചാലോ? മാമി എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? സ്പെഷ്യലോ? ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഈ ചിക്കൻ ബോക്സ് കണ്ടപ്പോൾ വാങ്ങിച്ചാൽ ഇതാകുമ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നേരെ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കറുപുറ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചിക്കൻ ബോക്സ് കൂടി ഉണ്ടാക്കാം. എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ബോക്സ് ചതയ്ക്കുന്നത് നമുക്ക് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ. ഇളക്കി കൊടുക്കാം എല്ലാ സൈഡും. ഇത് ആക്ച്വലി ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണോ ശരിക്കും ഉണ്ടാക്കണ്ടേ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ്. നല്ല മൊഴിഞ്ഞ് വരണത്. സോസും കൂടെ ആവാം. ഈ ഭാഗം ഇതെന്തിനായിരുന്നെന്നറിയാമോ? ടിഷ്യൂ പേപ്പർ എന്തിനായിരുന്നത്? എണ്ണ അല്ലേ? അതെ. ഇത് അത്യാവശ്യം എണ്ണ വലിച്ചെടുക്കുന്നതാണ് ഈ ചിക്കൻ ബോക്സ്. അപ്പോൾ അതിൽ എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ 2 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. നിൽക്കും പൊള്ളി ഗൈസ്. കുറച്ച് കടിച്ചെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.